ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചത് കുറച്ച് കായ്പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കായ്പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനം എടുക്കണ്ടേ. ഒരു ഗ്ലാസ് പച്ചരി, ഒരു ചെറിയൊരു തേങ്ങ, അതിന് പാലെടുക്കണം, അത്ര ചിരണ്ടി വെച്ചിരുന്നേലും 3 പഴം. ഇത് വെച്ചിട്ടാണ് ഇന്ന് നമുക്ക് കുറച്ച് കായ്പായസം ഉണ്ടാക്കാം. ബാക്കിയുള്ള ചേരുവകൾ ചേർക്കണം. അതിൽ പായസം അടുപ്പത്താക്കുമ്പോൾ അതെല്ലാം ചേർക്കണം. അതിന് പഞ്ചസാര എടുക്കണം, ഏലക്കപ്പൊടി ഇടാതെല്ലാം ഇടണം. ഇതിൽ ഒന്ന് അരച്ചിട്ടെല്ലാം എടുത്ത് റെഡിയാക്കട്ടെ. അടുപ്പത്ത് എടുത്തിട്ട് അതിൽ ചേർക്കാം. പായസം ആക്കാനുള്ള കടലൊക്കെ പരിപ്പ് ഇടുന്ന് വേവുന്നുണ്ട്. അതൊന്ന് വെന്തെടുത്തിട്ട് ഇത് അരച്ച് വെക്കുമ്പോഴൊക്കെ ബാക്കിയുള്ള സാധനം അരിയെല്ലാം അരച്ച് തേങ്ങയുടെ പാലെല്ലാം എടുത്തിട്ട് റെഡിയാക്കി അടുപ്പത്താക്കും. ബാക്കി ഇതാക്കുമ്പോൾ കാണിക്കാം. അസ്സലാമു അലൈക്കും. അങ്ങനെ പായസമാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തിളച്ച് കുറുകി വരട്ടെ. ഫസ്റ്റത്തെ പാലവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറിയ ശേഷം ഫസ്റ്റത്തെ പാൽ അതിൻ്റെ പോരാ. പായസം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് പഞ്ചസാര ചേർക്കാം. 1 കപ്പ് പഞ്ചസാര. കുറച്ച് ഉപ്പ് ചേർക്കാം. 3 അല്ലി ഏലക്ക ഇടാം. പഴം ചേർക്കാം. 3 പഴമാണ് എടുത്തിട്ട് 3 പഴം എടുത്ത് ചേർക്കുന്നുണ്ട്. പായസത്തിൽ നമുക്ക് കടലക്കപ്പരിപ്പ് ചേർക്കാം. നല്ലോണം ഇളക്കാം. കുറച്ച് മധുരം കുറവായിരുന്നു, കുറച്ചും കൂടി മധുരം ഇട്ടിട്ടുണ്ട്. 1 കപ്പാണ് ഇട്ടത്, അപ്പോൾ കപ്പ് പോരാ, കുറച്ചും കൂടി വേണ്ട. കുറച്ച് മധുരം കൂടി ചേർത്തിട്ടുണ്ട്. പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റത്തെ പാലൊഴിക്കുക. പാൽ വെച്ചിട്ട് കുറച്ച് തിളക്കട്ടെ. കുറച്ച് തിളച്ച് പറ്റിയതുകൊണ്ട് ഗ്യാസ് ഓഫാക്കാം. അങ്ങനെ പായസം ഇവിടെ റെഡിയായി. ഇനി ഗ്യാസ് ഓഫാക്കാം. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.